ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ കുന്നോണം സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി ബാക്കി സ്പോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. ഇനി പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ഡെയിലി സർവീസ് നടത്തുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി വരെ പാർട്ട് 1 സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്, ജനശതാബ്ദി. അങ്ങനെ അരമണിക്കൂർ ലേറ്റായിട്ട് ജനശതാബ്ദി സ്കിപ്പ് ചെയ്ത് പോയി. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്ന 2 ട്രെയിനാണ്. ഒന്ന് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇന്നൊരു അരമണിക്കൂർ ലേറ്റാണ് വണ്ടി. ആ വണ്ടിയും വരുന്നുണ്ട്. അപ്പുറത്തൂടെ തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. അതിന് ഇനി വടക്കാഞ്ചേരിയിലും കൂടെ സ്റ്റോപ്പ് ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ കയറും. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരിയിലും സ്റ്റോപ്പ് ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞാൽ ഷൊർണൂർ അത് കയറുന്നേ. അപ്പോൾ ഈ 2 വണ്ടികളാണ് അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. വേനാടും സ്കിപ്പ് ചെയ്ത് പോയി. ശബരിയിൽ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ശബരിമലക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ വണ്ടിയുടെ വെളിയിൽ മൊത്തം അവരുടെ ആ തുണികളും പൂമാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ വെളിയിൽ ആൾക്കാർ തൂങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം വരെ ഡെയിലി സർവീസ് നടത്തുന്ന നേത്രാവതി എക്സ്പ്രസ് വരുന്നുണ്ട്. അത് ഇന്ന് ഓൺ ടൈമാണ്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. ശബരി ഇപ്പോൾ തൃശ്ശൂർ കിടക്കുന്നേ ഉള്ളൂ, വിട്ടിട്ടില്ല. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നേത്രാവതി വരാറായി. ഇനി ഔട്ടറി പിടിച്ചിടുമായിരിക്കും. ഇവിടെ എന്തായാലും സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ഔട്ടറി പിടിച്ചിടും. അതിന് അപ്പോഴത്തേക്ക് ശബരി പോകുമെന്ന് അറിയില്ല. എന്തായാലും അടുത്ത നമുക്ക് നേത്രാവതി സ്പോട്ട് ചെയ്യാം.
അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത വണ്ടി തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന പാസഞ്ചറാണ് കേട്ടോ. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അത് വരാറായിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ നമ്മൾ തിരിച്ച് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്നതിൻ്റെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പാർട്ടിൽ. അപ്പോൾ ഈ പാർട്ടിനകത്ത് തിരിച്ചു പോകുന്നത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ സ്പോട്ട് ചെയ്യാം. അതിന് ശേഷം പരശുരാമം വരുന്നുണ്ട് കേട്ടോ. മംഗലാപുരത്തു നിന്ന് കന്യാകുമാരി വരെ പോകുന്ന പരശുരാം എക്സ്പ്രസ്സും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു ലെവൽ ക്രോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ പ്ലാറ്റ്ഫോമിനെ മുറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ പിന്നെ പ്ലാറ്റ്ഫോം ഇവിടെ വെച്ച് തീർന്നു പോവാം. ഇവിടെ ലെവൽ ക്രോസ് ഉണ്ട്. ഇതെവിടെ കണ്ടോ എഴുതിയിരിക്കുന്നത്? മലയാളത്തിൽ പൂകുന്നം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ കുന്നുകുന്നം എന്നാണ്. ഇനി എന്നെ സൈലൻ്റ് ആണോ എന്ന് അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം മറ്റേ പരശുരാം പോയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുക്കാൽ മണിക്കൂറോളം ആവുന്നു. അതിനിടെ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുരാമാണ്. അത് തൃശ്ശൂർ എത്തിയിട്ടില്ല കേട്ടോ. തൃശ്ശൂർ ആവാൻ പോകുന്നേ ഉള്ളൂ. ഒരു 2-3 കിലോമീറ്ററും കൂടെ തൃശ്ശൂരെത്താൻ. ഇവിടെ ലെവൽ ക്രോസ് ഒന്നും അടച്ചിട്ടില്ല. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ പരശുറാം വന്നിട്ട് പോയി കേട്ടോ. പരശുറാം വരുമ്പോൾ ഇവിടെ സിഗ്നൽ കൊടുത്തിട്ടില്ലായിരുന്നു, പിന്നെ സിഗ്നൽ കൊടുത്തു. അതാണ് പിന്നെ സ്പീഡ് കൂട്ടി വണ്ടി പോയത്. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്ന 2 വണ്ടികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഷൊർണൂർ നിന്ന് തൃശ്ശൂർ വരെ ഡെയിലി സർവീസ് നടത്തുന്ന ഒരു പാസഞ്ചർ വണ്ടിയാണ്. പിന്നെ അപ്പുറത്തുനിന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 12:05 ആകുമ്പോൾ ഷൊർണൂറിൽ നിന്ന് എടുക്കും കേട്ടോ. എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം തൃശ്ശൂർ എത്തിച്ചേരും കേട്ടോ. അത് ഡെയിലി സർവീസ് ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്പോട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത. അങ്ങനെ ശബരി എക്സ്പ്രസ്സും തൃശ്ശൂർ പാസഞ്ചറും നമ്മൾ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് പാസഞ്ചർ ഇവിടെ വന്നപ്പോൾ തന്നെയാണ് ശബരി എക്സ്പ്രസ്സും വന്നത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വരാറായിട്ടുണ്ട്. പട്നയിൽ നിന്ന് എറണാകുളം വരെ പോകുന്ന ബൈ വീക്കിലി എക്സ്പ്രസ് ആണ് കേട്ടോ. ശനി ഞായർ മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയാണ്. അത് വരാറായിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. അത് തൃശ്ശൂർ 1:20 എത്തിയാൽ മതി. ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെയാണ്. പിന്നെ മറ്റേ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ. ഇനി അതുകൊണ്ട് ഇനി ഇത് പിടിച്ചിടുമോ അതോ ഇനി വിടുമോ എന്നറിയില്ല. ഇതുവരെ സിഗ്നൽ വീണിട്ടില്ല, സൗണ്ടും കേൾക്കുന്നുണ്ട്, ഗേറ്റ് അടച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ പട്ന എക്സ്പ്രസ് ആണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ പട്ന എറണാകുളം ബൈ വീക്കിലി എക്സ്പ്രസ്സും പോയി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യാൻ പോകുന്നത് ധാൻബാദിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ധാൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ്. അതിന്ന് 2 മണിക്കൂർ ലേറ്റാണ്. 2 മണിക്കൂർ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ മുളകുന്നത്ത് കാവ് എത്താറായിട്ടുണ്ട്. അതാണ് അടുത്ത സ്പോട്ട് ചെയ്യുന്നത് കേട്ടോ. പട്ന എക്സ്പ്രസ് ഇപ്പോഴും പട്ന എറണാകുളം എക്സ്പ്രസ് തൃശ്ശൂർ കിടക്കുക. കാരണം അതിന് സമയമായിട്ടില്ല. 1:26 എങ്ങാണ്ടാന്ന് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് എടുക്കുന്നത്. ആ സമയം കഴിയാതെ അത് അവിടെ നിന്ന് എടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ധാൻബാദ് ആലപ്പുഴ ഇനി ഇവിടെ ഒന്ന് പിടിച്ചിടുമോ അറിയില്ല. എന്തായാലും നോക്കാം. അത് വരാനായിട്ടില്ല. മുളകുന്നത്തായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേഷനാണല്ലോ ഇത്. 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴത്തേക്ക് മറ്റേത് പോകുമെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം കേട്ടോ, ഇത് കൊള്ളാവും, നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. നല്ല തണലാണ് കേട്ടോ. ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ മൊത്തം മരങ്ങൾ വെച്ചിട്ട് ഫുള്ള് തണലാണ്. നല്ല രസമുണ്ട് ഇരിക്കാനൊക്കെ കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഷീറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. മരങ്ങളുടെ ഇതിൽ തണലുണ്ട്. ഇപ്പം ഞാൻ രാവിലെ വന്നപ്പോൾ തൊട്ട് ഇപ്പം വരെ ഇവിടെ തണലുണ്ട് കേട്ടോ. ഇതുവരെ വെയിൽ വന്നിട്ടില്ല. 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെയിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഞാൻ ഒരു മേൽപ്പാലം കാണിച്ചെന്നില്ലേ, അതിൻ്റെ താഴെ എത്തിയിട്ട് തണലുണ്ട്. പിന്നെ അങ്ങോട്ട് ഫ്രണ്ട് ഭാഗത്തോട്ടും കുറച്ച് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെയും തണലുണ്ട്. അല്ലെങ്കിൽ നല്ല വെയിലാണ്, അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല.
ഇവിടെയൊക്കെ നല്ല തണലാണ് കേട്ടോ. രാവിലെ തൊട്ടേ തണൽ തന്നെയാണ്. വലിയ വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇരിക്കാനും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ഏതായിരുന്നു ധാൻബാദ് ആലപ്പുഴ സ്പോട്ട് ചെയ്യാം. അങ്ങനെ ധാൻബാദ് ആലപ്പുഴ സ്കിപ്പ് ചെയ്ത് പോയി. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റോപ്പുള്ള ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു എക്സ്പ്രസ്സും കൂടെ ഉണ്ട്, മറ്റേ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് കേട്ടോ. അത് കുറച്ച് നാളൊന്നും ആയിട്ട് അങ്ങോട്ടുള്ള സർവീസ് തുടങ്ങിയിട്ട് മറ്റേ ഈ കണ്ണൂർ റൂട്ടിൽ രാവിലെയുള്ള വണ്ടികളെല്ലാം നല്ല തിരക്കായതുകൊണ്ട് പാസഞ്ചേഴ്സ് കംപ്ലൈൻറ്റ് ഉണ്ട്. ഒന്നാമത് ട്രെയിൻ അവിടെ കുറവാണ് ആ റൂട്ടിൽ. എന്നുവെച്ചാൽ എന്നുവെച്ചാൽ അത്യാവശ്യം പ്രധാനപ്പെട്ട സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പുള്ള ട്രെയിനുകളൊക്കെ കുറവാണ്. അപ്പോൾ പാസഞ്ചേഴ്സിന് ജോലിക്ക് ഒരുപാട് പേര് ട്രെയിൻ ആശ്രയിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇറക്കിയ ഒരു വണ്ടി ഉണ്ടായിരുന്നു, തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്. അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ രാവിലെ. അത് വൺ വേ ട്രിപ്പാണ്. എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് മാത്രമേ അത് കണ്ണൂരോട്ട് എക്സ്പ്രസ് ആയിട്ട് പോകത്തുള്ളൂ. കണ്ണൂരിൽ നിന്ന് അത് പിന്നെ തിരിച്ചു വരുന്നത് ഷൊർണൂർ പാസഞ്ചറായിട്ട് വന്നിട്ട് ഷൊർണൂർ കിടന്നിട്ട് പിന്നെ ഷൊർണൂറിൽ നിന്ന് തൃശ്ശൂർ പാസഞ്ചറായിട്ട് വരും. അങ്ങനെയാണ് ഇത് സർവീസ് നടത്തുന്നത് കേട്ടോ. അങ്ങോട്ട് മാത്രമേ ഇത് എക്സ്പ്രസ് ആയിട്ട് പോകത്തുള്ളൂ. തിരിച്ച് അത് കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറായിട്ട് പിന്നെ അവിടുന്ന് ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ട് 2 സർവീസ് നടത്തിയാണ് ഇത് തിരിച്ച് വരുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരം നോർത്ത് വരെ സർവീസ് നടത്തുന്ന ഗരീബ് രാത് എക്സ്പ്രസ് ആണ് കേട്ടോ. ആഴ്ച 2 ദിവസം മാത്രമേ സർവീസ് നടത്താറുള്ളൂ, ചൊവ്വയും ശനിയുമാണ്. അപ്പോൾ അത് വരാറുണ്ട്. അതാണ് നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗരീബ് രാത് എക്സ്പ്രസ്സും സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ കുന്നോണം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത സ്പോട്ടിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ മണി 2 മണിയായി. ഇനിയിപ്പം ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൽ തിരിച്ച് പോകാനാണ് കേട്ടോ. അപ്പോൾ വണ്ടി വരാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ കാണാം.